അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് മുഖം തിരിച്ചു നിന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഏകദേശം 1500 കോടി രൂപയാണ്. ഇതിനകത്ത് കാവ്യവൽക്കരണം എന്നൊന്നും വരുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കും. നമ്മൾ നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല ഇവിടെ വരുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് വെക്കുന്നു. ആ പദ്ധതിയുടെ പേര് തന്നെ നരേന്ദ്രമോദി പദ്ധതി എന്നല്ല, PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ എന്നുള്ള റൈസിംഗ് ഇന്ത്യ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ആ രീതിയിലാണ് ആ പദ്ധതി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ 304 സ്കൂളുകൾക്ക് കേരളത്തിൽ ഒരു നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാനും ആ രീതിയിൽ ആ സ്കൂളുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചു കൊണ്ടുപോകാനും കഴിയും. അതുമാത്രമാണ് ഇപ്പോൾ അതിനകത്ത് CPM കാണുന്നത്. അല്ല, ഇതിനകത്തൊരു കാവ്യവൽക്കരണമൊന്നും കാണുന്നില്ല. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് NCERT CBSE സ്കൂളുകളിലൊക്കെ പണ്ട് മലയാളം പറ്റില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അതാത് ഭാഷകൾക്ക് ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള വിദ്യാഭ്യാസ സിലബസ് മൊത്തത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ അന്ധമായിട്ട് കേന്ദ്രത്തിൽ വരുന്ന പദ്ധതികളെ എല്ലാത്തിനെയും എതിർക്കേണ്ട ഒരു കാഴ്ചപ്പാട് ശരിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് CPM-നെ കൊണ്ട് ഈ പദ്ധതി സ്വീകരിക്കാനും ആ രീതിയിൽ കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള മേന്മ 1500 കോടി രൂപ ചെറിയ തുകയൊന്നുമല്ല, അത് 5 വർഷമായിട്ട് വരുന്നതാണ്. അതിലൊക്കെ ഉപരിയായിട്ട് SSK സ്കീം, SSK എന്ന സ്കീമിലും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടുന്നില്ല. കാരണം ഈ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. 6000-ഓളം പേർക്ക് അതിനകത്ത് ശമ്പള കുടിശ്ശിക തന്നെയുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ SSK വഴി വരേണ്ടുന്ന സാമ്പത്തിക ആനുകൂല്യം നമുക്കുണ്ടാവും. അപ്പോൾ പല മേഖലകളിൽ സാമ്പത്തിക ആനുകൂല്യം ഉണ്ടാവുകയും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, വിശേഷിച്ച് നമുക്കറിയാം ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്. നഴ്സറിയിലേക്ക് കൊണ്ട് ചേർക്കുന്നതിനാൽ LKG ആയാലും സീനിയർ സെക്കൻഡറി വരെയൊക്കെ പഠിക്കുന്നത് സാമാന്യ സമ്പത്തുള്ളവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് സമൂഹത്തിലെ താഴ്ന്ന നിലവാരത്തിലുള്ള കുട്ടികൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, വിശേഷിച്ച് ബ്ലോക്ക് തലത്തിൽ എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണ് സ്കൂളുകൾ വരുന്നത്. അവർക്കൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാഭ്യാസ രീതി നൽകാൻ ഒരു പക്ഷേ ഇതിന് നടക്കുമായിരിക്കും. അപ്പോൾ അതിനെ എന്തുകൊണ്ടാണ് CPM എതിർക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എതിർക്കേണ്ട ആവശ്യകതയില്ല. ഇത് നമ്മുടെ കേരളത്തിന്റെ സമഗ്രമായ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പുരോഗതിക്ക് വെളിവാകുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞങ്ങൾ. കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ അവിടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇടപെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് മാത്രവുമല്ല, സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം, വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുമ്പോഴുള്ള അവരുടെ സ്പേസ് ലിമിറ്റ് ചെയ്യപ്പെടുക, ഇതൊന്നും സംഭവിക്കില്ല. കേന്ദ്ര സർക്കാർ പണം തന്ന് സ്കൂളുകളെ നന്നാക്കുക എന്ന സതുദ്ദേശത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. അത് CPI മനസ്സിലാക്കണം എന്ന അഭിപ്രായമാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ഇപ്പോൾ ഈ പദ്ധതിയുടെ അവർ ഉദ്ദേശമായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അതിന് 6 പില്ലർ വിദ്യാഭ്യാസ മേഖലയിലുള്ള സമഗ്രമായ പരിഷ്കരണമാണ് അവരിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ആകെ പറഞ്ഞിട്ടുള്ളത് പ്രൈം മിനിസ്റ്ററുടെ പേര് അവിടെ വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. PM ശ്രീ പദ്ധതി എന്ന് എഴുതി പേര് വെക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെക്കണം. അതിന് നമ്മൾ അന്ധമായിട്ട് തീർത്ത് കാര്യമൊന്നുമില്ല.